വിശുദ്ധ തെണ്ടി 2025. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ഓരോരോ കള്ളക്കൂട്ടങ്ങൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ എന്നൊക്കെയുള്ള പേരുകളിൽ പൈശാചിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കി തട്ടിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കെന്ന പേരിൽ ഈ കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന വിശ്വാസി സമൂഹത്തിന് ഇന്ന് ഇവിടങ്ങളിൽ പോകുവാൻ തന്നെ പേടിയാണ്. കാരണം ഞായറാഴ്ച മനസ്സമാധാനമായി പോയി നിന്നൊന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഇവിടങ്ങളിൽ ചെല്ലുന്ന മുണ്ണക്കുഞ്ഞുങ്ങളെ പിടിച്ചുപറിക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പിടിച്ചുപറിയുടെ കാര്യത്തിൽ പൗരോഹിത്യ സഭകളെന്നോ പ്രൊട്ടസ്റ്റന്റ് സഭകളെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും കാശദാൻ മുഖ്യം ബിഗിലേ. കുദാശകളും കുർബാനകളും ഇന്ന് മനോരമ ദിനപത്രം പോലെയാണ്. മുഴുവൻ പരസ്യവും അല്പം വാർത്തയും പുട്ടിന് പീരയിടുന്നത് പോലെ. കുർബാന അല്ലെങ്കിൽ ആരാധന വേഗം തീർത്തിട്ട് നിന്ന് തെണ്ടലാണ്, വിശുദ്ധ തെണ്ടൽ. തെണ്ടൽ പദ്ധതികളും പരിപാടികളും ഒക്കെ കേൾക്കണമെങ്കിൽ അവിടെ വരെ പോയി നിന്ന് കേട്ടാൽ മതി. പള്ളി പണി, പാഴ്സനേജ് പണി, ഓഡിറ്റോറിയം പണി, കുരിശുപണി, കുരിശടിപ്പണി, ആദിഫലപ്പിരിവ്, ഉപോഷണപ്പിരിവ്, കാണിക്കവഞ്ചി പിരിവ്, പലതരത്തിലുള്ള പെരുന്നാളുകളുടെ പിരിവ്, പലതരത്തിലുള്ള സംഘടനകളുടെ പിരിവ്, മെത്രാന്റെ പിരിവ്, സൺഡേ സ്കൂൾ പിരിവ്, തോലിക്ക പിരിവ്, ദശാംശം സൂത്രക്കാഴ്ച എന്നു വേണ്ട സകലമാന പിരിവുകളും നമുക്ക് കാണാം. പ്രാർത്ഥിക്കുവാൻ പല പല കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ തെണ്ടാനും പല പല കാരണങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് തെണ്ടൽ ഒരു കൂദാശയായി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിത്തന്തന്മാരുടെയും പാച്ചർമാരുടെയും ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തെണ്ടാനായി ഉണ്ടാക്കിയിരിക്കുന്ന ഇവന്മാരുടെ പദ്ധതികൾ ഒന്ന് നോക്കിയാൽ മതി. മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം വാരി വിതറുന്ന ഈ മോന്മാർക്ക് വിശ്വാസികളുടെ അടുത്ത് തെണ്ടിയെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കൂ. അതനടാപാതിരി, കള്ളപ്പാച്ചറെ, നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അമർത്തി കുലുക്കി കിട്ടില്ലേ, ഞങ്ങളുടെ പിച്ചക്കാശ് തെണ്ടണോ എന്ന് ഒരു മുണ്ണകളും ഇന്ന് വരെ ചോദിച്ചതായി കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവറ്റകളെ മുണ്ണക്കുഞ്ഞാടുകൾ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇവറ്റകൾക്ക് 100 നാവും സംശയവും ഒക്കെയാണ്. പക്ഷേ ഈ ഒരു കാര്യം കമാന്നും മിണ്ടൂല്ല. തെണ്ടാനുള്ള ഇവന്മാരുടെ മിടുക്കനെ കണക്കിലെടുത്താണ് ഞങ്ങൾ ഈ മാസം മുതൽ 2 അവാർഡുകൾ ഏർപ്പെടുത്തുന്നത്. 1 തെണ്ടൽ രാജ അവാർഡും 2 വിശുദ്ധ തെണ്ടി അവാർഡും. കുപ്പായമിട്ടുകൊണ്ട് തെണ്ടുന്ന പൂച്ചാണ്ടികൾക്കും മീശയും താടിയും പഠിച്ച് കഷത്തിൽ ബൈബിളും വെച്ചുകൊണ്ട് നടക്കുന്ന പാച്ചർ പ്ലാച്ചർ, ദ്രവിദാസൻ, അപ്പത്തുര്യൻ ഇനങ്ങളിലുള്ളവർക്കെല്ലാം ഒന്നിച്ചാണ് ഈ മത്സരം. കാരണം വേഷം എന്താണെങ്കിലും വിശ്വാസികളെ ഊഞ്ഞാലാക്കുക, വലിപ്പിക്കുക എന്നത് മാത്രമാണ് ഇരു കൂട്ടരുടെയും ആത്യന്തിക ലക്ഷ്യം. മുണ്ണകളുടെ കാശ് എങ്ങനെ ഇവറ്റകളുടെ നിക്കറിന്റെ പോക്കറ്റിലാക്കാം എന്നതാണ് ഇവന്മാരുടെ എല്ലാ കൂദശകളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അത് പരിഗണിച്ചാണ്, അതുകൊണ്ടാണ് ഇവന്മാരുടെ ഈ ഉദ്ദേശശുദ്ധിയും കർമ്മമണ്ഡലത്തിലെ ഈ സിമിലാരിറ്റിയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇവന്മാരെ ഒരൊറ്റ കാറ്റഗറിയിൽ മത്സരിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇനി മത്സരം എന്താണെന്ന് പറയാം. ജൂൺ മാസത്തിൽ മികച്ച രീതിയിൽ തെണ്ടുന്ന ബിഷപ്പ്, മെത്രാൻ, പാതിരി, പാച്ചർ എന്നിവരെയാണ് ഈ അവാർഡിനായി പരിഗണിക്കുന്നത്. തെണ്ടാനുണ്ടാക്കിയ പദ്ധതികളിലെ പുതുമയും തെണ്ടാനുണ്ടാക്കിയ സ്ക്രിപ്റ്റും കലാപരമായി നിന്നുള്ള ആ തെണ്ടലിലെ പെർഫോമൻസും ഒക്കെ വിലയിരുത്തിയായിരിക്കും തെണ്ടൽ രാജ വിശുദ്ധ തെണ്ടി പുരസ്കാരങ്ങൾ ജൂണിൽ സമർപ്പിക്കുന്നത്. വിശ്വാസികളോട് പണം ചോദിക്കുന്ന എന്തും ഈ അവാർഡിന് പരിഗണിക്കുന്നതാണ്. പള്ളിയിലോ പൈശാചിക ഹാളിലോ നിന്ന് ഉളുപ്പില്ലാതെ തെണ്ടുന്ന ആ രംഗം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരുന്നവരുടെ പേരും നാളും ജാതകവും ഒക്കെ ഞങ്ങൾ പരമ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. മാത്രമല്ല എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾ നൽകുകയും ചെയ്യും. പ്രസംഗം കൂടാതെ കാശ് ചോദിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ, കുറിമാനങ്ങൾ, അങ്ങനെ എന്തും ഞങ്ങൾക്ക് അയച്ചു തരാം. പണം പിടുങ്ങുവാൻ നടത്തിയ സകല ഉടായ്പകളും ഞങ്ങൾ പരിഗണിക്കുന്നതാണ്. തെണ്ടൽ രാജ 2025, വിശുദ്ധ തെണ്ടി 2025 ആകുന്നവർക്ക് 1ാം സമ്മാനമായി ഞങ്ങൾ നൽകുന്നത് അടിപൊളി സമ്മാനമാണ്, അടിപൊളിയാത്ത സമ്മാനമാണ്. അടിമാലി മറിയക്കുട്ടി തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം സൂക്ഷിച്ച് എണ്ണ തേച്ച് ഉണക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ആ ചട്ടിയാണ്. ഈ അവാർഡ് ലഭിക്കുന്നവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചെലവിൽ കൊണ്ടേ അത് അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതുമാണ്. ഈ മത്സരത്തിൻ്റെ ജൂറി പ്രമുഖ ഭിക്ഷാടന യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പിച്ചശെൽവനാണ്. പിച്ചശെൽവനെ കുറിച്ച് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും 10-20 ലോറികളിലായി ഭിക്ഷത്തൊഴിലാളികളെ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കൊണ്ടിരുത്തി വൈകിട്ട് കളക്ഷൻ എടുത്ത്
അവരുടെ ടച്ച് കൃത്യമായി കൊടുത്ത് വീട്ടിലെത്തിച്ചു വിടുന്ന ഒരു സംരംഭകനാണ്. പിച്ചസെൽവനാണ് ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അനുയോജ്യനായ ജൂറി. എന്നാൽ വേഗമായിക്കോട്ടെ, ഏത് സഭകളുമായിക്കോട്ടെ, ഏത് പൂച്ചാണ്ടിയുമായിക്കോട്ടെ, ഏത് സഭക്കാർ, ഏത് കൂതാശപ്പണിക്കാർ ജൂണിലെ ആ വിശുദ്ധ തെണ്ടി പിച്ചരാജാപ്പട്ടം കൊണ്ടുപോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ, കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 എന്ന നമ്പറിൽ വിളിച്ചാട്ടെ. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9746114444. ആരാവും ആ വിശുദ്ധ തെണ്ടി? നമുക്ക് ക്ഷമയോടെ അല്പം കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.